അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റുകളും QR കോഡുകളും നിർമ്മിച്ച് ഭക്തരിൽ നിന്ന് ഓൺലൈൻ വഴി പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യത്തിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ചമ്പത് റായിലേക്ക് അന്വേഷണം നീങ്ങുന്നതിനിടെയാണ് ഈ രാജി. ഇയാളുടെ അനുയായികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അതുല്യ രാമേന്ദ്രൻ. ബനീഷ്, ഈ ഒരു കേസിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ട്രസ്റ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ VHP നേതാവ് കൂടി ആയിട്ടുള്ള ചമ്പത് റായിയുടെ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ചമ്പത് റായ് രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ ട്രസ്റ്റ് ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ അടിയന്തര യോഗത്തിന് തൊട്ട് പിന്നാലെ ഈ ട്രസ്റ്റിൽ, അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിലെ മറ്റൊരു അംഗം കൂടി ആയിട്ടുള്ള അനിൽ മിശ്രയും തൊട്ട് പിന്നാലെ രാജി സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ, അതായത് ഈ കേസ് ആദ്യം ഉയർന്നു വന്നപ്പോൾ മുതൽ ആരോപണ വിധേയരായിട്ടുള്ള 2 പേരാണ് ട്രസ്റ്റ് അംഗമായിട്ടുള്ള അനിൽ മിശ്രയും അതുപോലെ തന്നെ VHP നേതാവും ട്രസ്റ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ചമ്പത് റായും. മാത്രമല്ല, ഈ ഇരുവരുടെയും അനുയായികൾ, ട്രസ്റ്റുമായി വളരെ അടുത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരായിട്ടുള്ള അനുയായികളുമായി അറിയപ്പെടുന്ന നിരവധി പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് FIRൽ പേര് പ്രതി ചേർക്കുകയും ഇപ്പോൾ ഈ അടുത്തിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇവരുടെ രാജിക്കുള്ള ആവശ്യം ശക്തമായത്. ചമ്പത് റായിയുടെ ഡ്രൈവറും അതുപോലെ തന്നെ ഏറെക്കാലം ചമ്പത് റായിയുടെ അനുയായിയുമായിരുന്ന ടിങ്കു യാദവ് എന്ന് പറയുന്ന രാമശങ്കർ യാദവ് എന്ന് അറിയപ്പെടുന്ന ടിങ്കു എന്ന പേരിൽ അറിയപ്പെടുന്നയാളാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. അയാൾക്ക് പിന്നാലെയാണ് മറ്റ് 8 പേരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിൽ തന്നെ ഈ പണം, അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സംഭാവനയായും വഴിപാടായും മറ്റും ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത്, ആ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്ന ആളുകളിൽ പെടുന്നവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 8 പേരും. അപ്പോൾ അതിൽ ഈ രാമശങ്കർ യാദവ് എന്ന് പറയുന്ന ആൾ വഴിയാണ് ചമ്പത് റായ് ഈ ഒരു തട്ടിപ്പിൽ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. ഈ കേസിൻ്റെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ ട്രസ്റ്റിലെ തന്നെ ഒരു അംഗമാണ് ആദ്യം ഈ ഒരു പരാതി നൽകിയത്. 2025 ട്രസ്റ്റിലെ മുൻപുണ്ടായിരുന്ന കാമേശ്വർ ചൗബാലിൻ്റെ മരണശേഷം 2025 ട്രസ്റ്റിലേക്ക് പുതിയതായി കടന്നു വന്ന കൃഷ്ണമോഹനാണ് ഇത്തരത്തിൽ അയോധ്യയിലേക്ക് വരുന്ന വഴിപാടുകളുടെ കണക്കിൽ ക്രമക്കേടുകളുണ്ട്. പലപ്പോഴും അയോധ്യയിലേക്ക് ലഭിക്കുന്ന പണം അത് എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ അതിൽ കുറവ് കാണുന്നു. മാത്രമല്ല, വിവിധ വെബ്സൈറ്റുകൾ വഴി വഴിപാടുകൾ, അതായത് വ്യാജ വെബ്സൈറ്റുകൾ വഴി ഇല്ലാത്ത വഴിപാടുകൾക്ക് പണം സ്വരൂപിക്കപ്പെടുന്നു മുതലായ കാര്യങ്ങൾ, ഭക്തരെ വഴിപാടിൻ്റെ പേരിൽ പറ്റിക്കുന്ന ഒരു തട്ടിപ്പ് നടന്നു വരുന്നു എന്നുള്ള സംശയങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ജൂണിൽ ഒരു 13-അംഗ സംഘത്തെ ഇതിൻ്റെ കണക്കുകളെല്ലാം നോക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിനുള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളൊരു സംശയം ഉയർന്നു വരുന്നത്. അന്ന് മുതൽ തന്നെ ട്രസ്റ്റ് സെക്രട്ടറി ആയ ചമ്പത് റായിക്ക് നേരെ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ, പ്രത്യേകിച്ചും പ്രതിപക്ഷം, വലിയ രീതിയിൽ തന്നെ ഇത്തരം ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് SIT അവിടെ പ്രത്യേക അന്വേഷണ സംഘം രാമക്ഷേത്രത്തിൽ എത്തുകയും അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടും അതുപോലെ തന്നെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു, FIRും സമർപ്പിച്ചിരുന്നു. ആ FIRൽ 8 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. അതിൽ ഈ ട്രസ്റ്റ് അംഗമായിട്ടുള്ള ചമ്പത് റായിയുടെ പേരോ അനിൽ മിശ്രയുടെ പേരോ ഉണ്ടായിരുന്നില്ല. പക്ഷേ FIRൽ ഉണ്ടായിരുന്ന 8 പേരും, പ്രത്യേകിച്ചും അവിനാഷ് ശുക്ല, അവിൻ കപൂർ എന്നിങ്ങനെ, ടിങ്കു യാദവ് എന്നിങ്ങനെ ഇവരെല്ലാവരും തന്നെ ചമ്പത് റായുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളുമായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം താനുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന, വർഷങ്ങളായി തൻ്റെ വിശ്വസ്തരായി ജോലി ചെയ്തിരുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം ജോലി ചെയ്തിരുന്ന ആളുകൾ പ്രതിപട്ടികയിൽ എത്തുകയും അവരുടെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തതോടെയാണ് രാജിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന നിലയിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു അനിൽ മിശ്രയും അതുപോലെ തന്നെ ചമ്പത് റായും നൽകുന്ന വിശദീകരണം ഈ സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണ് എന്നാണ്. മാത്രമല്ല, അന്വേഷണം നടക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്.
അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റുകളും QR കോഡുകളും നിർമ്മിച്ച് ഭക്തരിൽ നിന്ന് ഓൺലൈൻ വഴി പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യത്തിൽ കുറ്റവാളികൾക്കെതിരെ നടപടികൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. അയോധ്യ എന്നത് വിശ്വാസത്തിന്റെയും സനാതനധർമ്മത്തിന്റെയും പ്രതീകമാണെന്നും വിശ്വാസം വ്രണപ്പെടുത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതായും മുഖ്യമന്ത്രി ആവർത്തിച്ചു. नाम की मर्यादा का पालन करना सीखो। और अयोध्या के बारे में जो कदपे समाचार मिल रहे थे, हमने कहा था SIT गठित की गई है। SIT की रिपोर्ट आने के साथ ही हमारी कार्रवाई भी प्रारंभ हो जाएगी। और आपने देखा होगा SIT की रिपोर्ट आई, तुरंत कार्रवाई प्रारंभ हो गई। और मैं आश्वस्त करता हूं, जो मैंने कहा था दूध का दूध और पानी का पानी हम करके रहेंगे।